ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര വളരെ സ്പെഷ്യലായ ഒരു യാത്രയാണ്. സർപ്രൈസ് നിറഞ്ഞതാണ്. എന്താണ് സർപ്രൈസ് എന്ന് വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ മുഴുവൻ കണ്ട് ലൈക്ക് ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്കാണ്. ഇത് വേറെയും പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. ബിഗ് ടെമ്പിൾ, പെരിയ കോവിൽ, തിരുവിടയാർ കോവിൽ, രാജരാജേശ്വരം കോവിൽ, അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ വളരെ പ്രശസ്തമായ അമ്പലം യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഇത് 1013 AD രാജരാജ ചോഴൻ ഒന്നാമന്റെ നേതൃത്വത്തിലാണ് പണി കഴിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അമ്പലം, മുഴുവൻ കരിങ്കല്ലിൽ പണിതെടുത്ത അമ്പലം. അങ്ങനെ പേര് പോലെ തന്നെ ശരിക്കും ഒരു പെരിയ ടെമ്പിൾ അല്ലെങ്കിൽ ഒരു ബിഗ് ടെമ്പിൾ തന്നെയാണ്. ഇവിടത്തെ പ്രധാന ആരാധനാമൂർത്തി ശിവനാണ്. ശിവൻ ലിംഗരൂപത്തിലാണ് ഇവിടെ ഉള്ളത്. അതുകൂടാതെ തന്നെ പല ഉപദേവന്മാരും ചുറ്റിനും ഉണ്ട്. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറുവാണ്. വളരെയധികം തിരക്ക് കാണുന്നില്ലേ നിങ്ങൾ? എന്താണ് തിരക്കിന്റെ കാരണം എന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ തഞ്ചാവൂർ എന്നത് എന്റെ യാത്രാ ലിസ്റ്റിൽ ഉൾപ്പെടാത്തൊരു സ്ഥലമായിരുന്നു. അതിനടുത്ത് വരെ ഒരു സ്ഥലത്ത് വന്നപ്പം അങ്ങനെ ഒരു ചാൻസ് കിട്ടി ഞാൻ വന്നു എന്നല്ലാതെ ഇതിനെക്കുറിച്ച് യാതൊരു ഗവേഷണവും നടത്താതെ ഒരു കാര്യം ഇതിനെക്കുറിച്ച് അറിയാതെയാണ് ഇവിടെ എത്തിയത്. എന്നിട്ടും അമ്പലത്തിൽ വരുന്ന കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. രാവിലെ അമ്പലത്തിൽ വരാനായിരുന്നു ആദ്യം പ്ലാന്. പക്ഷെ ഓട്ടോ ചേട്ടന്റെ അഭിപ്രായ പ്രകാരം ഞാൻ അമ്പലത്തിലേക്ക് പോരുകയായിരുന്നു. ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അമ്പലത്തിലേക്ക് പോയില്ലായിരുന്നു. അങ്ങനെ പോലും ചിന്തിച്ചു പോയ നിമിഷങ്ങളാണ്. കണ്ടില്ലേ, ഇത്രയും അധികം തിരക്കാണ്. ഇത് പെരിയ കോവിലായതുകൊണ്ടാണ് തിരക്കധികം അനുഭവപ്പെടാതെ. അത് അവിടെ കാണുന്ന നന്ദിയുടെ പ്രതിമയാണ്. അതിനും ഒരു പ്രത്യേകതയുണ്ട്. 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ശില്പമാണിത്. അതിന്റെ അടുത്ത് പോയി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. ഇത് അമ്പലത്തിന്റെ കൊടിമരമാണ്. എന്തായാലും ശിവലിംഗത്തിനടുത്തേക്ക് ഉടനെ ഒന്നും എത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ബാക്കിയുള്ള ഉപദേവന്മാരെ കണ്ടു തൊഴാൻ തീരുമാനിച്ചു. നന്ദിയുടെ ഒരു ക്ലോസപ്പ് വ്യൂവും കൂടെ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണ് ഇവിടെ ഒഴുകിയാണ് എത്തുന്നത്. സമയം ഏതാണ്ട് സന്ധ്യയോട് അടുപ്പിച്ചത് കൊണ്ട് തന്നെ ലൈറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ശിവലിംഗത്തിനേക്ക് അടുത്തെത്താനുള്ള ഒരു ക്യൂ അതിന്റെ ഇപ്പുറത്തുണ്ട്. ഇതാ നിങ്ങളെ കാണിച്ചു തരാം. അതാ ഈ ക്യൂ ആണ്, കണ്ടോ? ഇത് ശിവലിംഗത്തിന്റെ അടുത്തെത്തി തൊഴാനുള്ള ഒരു ക്യൂ ആണ്. എന്തായാലും ആ ക്യൂവിൽ നിന്ന് ഇന്നൊന്നും എനിക്ക് തൊഴാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെ ബാക്കി ഉപദേവന്മാരെയും തൊഴുത് അമ്പലത്തിന്റെ ചുറ്റുമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഈ നേരം കൊണ്ട് ലൈറ്റുകളെല്ലാം ഓൺ ആക്കിയിട്ടുണ്ട്. നല്ല ലൈറ്റഡ് അപ്പായി വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മഞ്ഞ വെളിച്ചത്തിൽ കുളിച്ച അമ്പലം. അതാ എൻട്രൻസും കാണിച്ചു തരാം. തിരക്കിന് ഒരു കുറവുമില്ല. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നടന്ന് കാണുമ്പോഴും എന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എന്താണ് സ്പെഷ്യൽ? എന്താണെന്ന് ഇത്രയും ആൾക്കൂട്ടം ഇവിടെ? എല്ലാ ദിവസവും ഇങ്ങനെയാണോ, അതോ ഇന്ന് മാത്രമാണോ? ഇങ്ങനെ പല പല ചോദ്യങ്ങളും മനസ്സിലേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗവേഷണ വിദ്യാർത്ഥികളെ അവിടെ കാണാം. അവരവിടെ എന്തോ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നുണ്ട്. സമയം നന്നായി ഇരുട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആളുകൾ ഇതാ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
അങ്ങനെ നടന്ന് ഞാൻ വീണ്ടും ശിവലിംഗത്തിന്റെ ദർശനത്തിലേക്കുള്ള വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വന്ന സ്ഥിതിക്ക് ശിവനെ കണ്ടു തന്നെ മടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ ക്യൂല് നിന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ചേച്ചിയോട് ചോദിച്ചു ഇന്ന് എന്താണ് വിശേഷം എന്ന്. അപ്പം അവര് പറഞ്ഞ കഥ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അന്തിച്ചു പോയി. കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഐപ്പശി പൗർണമി എന്ന ദിവസമാണ് അത്. അപ്പം ഐപ്പശി ദിവസത്തിൽ അന്നാഭിഷേകമാണ് അവിടെ ശിവന് പ്രധാന വഴിപാട്. ഇവിടുത്തെ ശിവലിംഗത്തിന് ഏതാണ്ട് 2 ടൺ അരിയുടെ ചോറും അതിന് അനുപാതമായ പച്ചക്കറിയും കൂടെയാണ് നിവേദിക്കുന്നത്. അടുത്ത ദിവസം അത് പ്രസാദമായി ഭക്തർക്ക് കൊടുക്കുകയും ചെയ്യും. ഈ കാഴ്ച കണ്ടാൽ സർവൈശ്വര്യം, ആയുരാരോഗ്യ സൗഖ്യം എന്നൊക്കെയാണ് ഫലം. ഈ ഒരു വിശേഷപ്പെട്ട കാഴ്ച കാണാൻ ഈയുള്ളവർക്ക് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ ഗൈസ്. ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്തൊരു സ്ഥലത്ത് എത്തിച്ചേരുക, ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു വലിയ സംഭവത്തിന് സാക്ഷിയാകുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണത്. ശരിക്കും ശിവൻ എന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഞാൻ കണ്ട കാഴ്ച നിങ്ങളും കൂടെ കാണണം. ഇനി നമ്മൾ നേരെ ശിവന്റെ അടുത്തേക്ക് പോകാൻ പോവാണ്. എല്ലാവരും മനസ്സിൽ ഓം നമഃ ശിവായ എന്ന് ധ്യാനിച്ചോളുക. ദാ ദൂരെ കാഴ്ച കാണാം, വെളുത്ത ശിവലിംഗമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ചോറരച്ച് ലേപനം ചെയ്തുകൊണ്ടാണ് ശിവലിംഗം വെളുത്ത രീതിയിൽ കാണുന്നത്. ചുറ്റിനും പച്ചക്കറികളും കാണാം, പച്ചയും ഓറഞ്ചും ഒക്കെ കളർ കാണുന്ന പച്ചക്കറിയാണ്. ഈ പോയിന്റിനപ്പുറം മൊബൈല് പറ്റാത്ത കൊണ്ട് ഇത്രയൊക്കെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. മാക്സിമം പറ്റാവുന്ന പോലെയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശരിക്കും ഒന്ന് കണ്ടോളൂ, പ്രാർത്ഥിച്ചോളൂ. ആളുകൾ ഇപ്പോഴും പുറത്തു നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ദാ നമ്മുടെ പ്രിയപ്പെട്ട മഹാദേവന്റെ ഐപ്പശി അന്നാഭിഷേകം കഴിഞ്ഞ രൂപമാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരും മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചോളൂ. അതോടെ ദർശനം കഴിഞ്ഞ് ഇപ്പുറത്തെ വഴി കൂടെ ഞാൻ പുറത്തിറങ്ങി. ഇതാ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയ ഭക്തജനങ്ങളുടെ തിരക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സമയം 9 മണിയായി. ഇനി എനിക്ക് തിരിച്ച് റൂമിലെത്തണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം. ഈ ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും മഹാദേവന്റെ അനുഗ്രഹം ആവോളം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ.